ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ജാനി ഉറക്കത്തിൽ നിന്നും എണീറ്റത്. ആരാ ഈ നേരത്ത്? വെറുത്തുകൊണ്ട് അവൾ ഫോൺ തപ്പി കോൾ അറ്റൻഡ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ജാനി. അപ്പുറത്തു നിന്ന് മനുവിന്റെ ശബ്ദം കേട്ടപ്പോൾ ജാനി പെട്ടെന്ന് ഫോൺ ചെവിയിൽ നിന്നും എടുത്ത് സമയം നോക്കി. 12. താങ്ക് യു ഏട്ടാ, ജാനി മറുപടി പറഞ്ഞു. ഉറക്കായിരുന്നോ ജാനി? ആ, ഏട്ടാ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല, എന്റെ പെണ്ണിനെ വിഷ് ചെയ്യാൻ വേണ്ടി ഉറങ്ങിയില്ല. ആഹാ, ഇപ്പൊ വിഷ് ചെയ്തല്ലോ, ഇനി ഉറങ്ങിക്കോ. എന്ത് മൂരാച്ചയാണ് ജാനി നീ? പാതിരാത്രി കഷ്ടപ്പെട്ട് വിളിച്ച എനിക്ക് ഒരു ഉമ്മ പോലും തരാതെ. ഓഹോ, അപ്പൊ അതാണ്. അതെ, പെട്ടെന്ന് തന്നെ ഞാൻ പെട്ടെന്ന് ഉറങ്ങും. എന്നാ അങ്ങനെ ഉറങ്ങണ്ട ജാനി. എന്തോ താടിയല്ല മീശ. ഓ ചാട, നാളെ നിന്നെ എന്റെ കൈ കിട്ടും, ഞാൻ എടുത്തോളാട്ടോ. പൂവ് ഞാൻ വെക്കുവാണ്. ആയിക്കോട്ടെ, ഐ ലവ് യു ഉമ്മ. എന്താ കേട്ടില്ല? ഐ ലവ് യു. ലവ് യു ടു. നാളെ കാണാം, ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഫോൺ വെച്ച് ജാനി പുഞ്ചിരിയോടെ കിടന്നു. മനുവിന് ഒരുപാട് സന്തോഷമായിരുന്നു. ഇതുവരെ ജാനി അവനോട് ഐ ലവ് യു പറഞ്ഞിരുന്നില്ല. ഇന്ന് അവളുടെ വായിൽ നിന്നും കേട്ടപ്പോ അവൻ ഒരുപാട് സന്തോഷം തോന്നി. ജാനിയെ ആലോചിച്ചുകൊണ്ട് അവന് നിദ്രയെ പുൽകി. രാവിലെ ജാനി എണീറ്റപ്പോ അവൾ ആദ്യം കണ്ടത് ബെഡിലുള്ള ഗിഫ്റ്റുകളാണ്. ഹാപ്പി ബർത്ത്ഡേ ചേച്ചിയമ്മേ എന്നെഴുതിയത് കണ്ടപ്പോ തന്നെ ജാനി പുഞ്ചിരിയോടെ അതിൽ വിരലോടിച്ചു. അവൾ എണീറ്റിരുന്ന് ആദ്യം വലിയ ഗിഫ്റ്റ് തുറന്നു. അവളുടെ ജീവൻ തുടിക്കുന്ന ചിത്രമായിരുന്നു അത്. ജാനിക്കത് ഒരുപാട് ഇഷ്ടായി. അവൾ അത് അവിടെ വെച്ച് അടുത്ത ഗിഫ്റ്റ് തുറന്നു. ആദ്യം ജെനി തന്നെ വരച്ച ചിത്രമായിരുന്നു. നിശ്ചയത്തിന്റെ ഫോട്ടോ. ജാനിയും മനു പരസ്പരം കണ്ണിൽ നോക്കി നിൽക്കുന്ന ആ ഫോട്ടോ മനോഹരമായി തന്നെ ജെനി വരച്ചിട്ടുണ്ട്. സന്തോഷം കൊണ്ട് ജാനിയുടെ കണ്ണുകൾ നിറഞ്ഞു. അടുത്ത് കിടന്ന ജ്വല്ലറി ബോക്സ് എടുത്ത് അവൾ തുറന്നു. സിമ്പിളായ സിൽവറിന്റെ പേൾ പെൻഡന്റ് ആയിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ജാനിക്കത് ഇഷ്ടമായി. അടുത്ത ഗിഫ്റ്റ് നോക്കിയപ്പോ അതിലൊരു ചുരിദാർ സെറ്റ് ആയിരുന്നു. നേവി ബ്ലൂ കളർ ചുരിദാർ. അതിലെ എംബ്രോയിഡറി വർക്ക് ചുരിദാറിന്റെ ഭംഗി കൂട്ടുന്നുണ്ട്. ജാനി ചുരിദാർ കയ്യിലെടുത്ത് പതിയെ അതിൽ തലോടി. പെട്ടെന്ന് എണീറ്റ് ഫ്രഷായി ജെനിയുടെ മുറിയിലേക്ക് പോയി. കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ജെനിയുടെ അടുത്ത് അവൾ പോയിരുന്നു. അവളുടെ മുടി തലോടി. താങ്ക് യു. അവളുടെ നെറുകെ ചുംബിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. അതറിഞ്ഞെന്ന പോലെ ജെനിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ജാനി ഫ്രഷായി അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോഴും ജെനി നല്ല ഉറക്കമാണ്. അവളെ എണീപ്പിച്ച ജാനി. അവരൊക്കെ ഇപ്പൊ എത്തും, വസു ജാനിയോട് പറഞ്ഞു. കുറച്ചുകൂടെ കിടന്നോട്ടെ അമ്മേ, അവൾക്ക് എണീറ്റാലും വേറെ പണിയൊന്നും ഇല്ലല്ലോ. എല്ലാരും കണക്കാണ്. കെറിവിച്ചുകൊണ്ട് വസു അടുക്കളയിലേക്ക് പോയി. വസുവിന്റെ പോക്കേട് മഹിയും ജാനിയും ചിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ മനുവും കുടുംബവും വന്നു. നിശ്ചയത്തിന് വന്ന് ദീപുവിനോടും കൃതിയോടും നല്ല ബന്ധമുള്ളത് കൊണ്ട് അവരെയും ക്ഷണിച്ചിരുന്നു. അച്ചുവിന്റെ കൂടെ അവരും ഉണ്ടായിരുന്നു. പിറന്നാൾ ആശംസകൾ മോളെ. ജാനിയുടെ നെറുകെ ചുംബിച്ചുകൊണ്ട് ചന്ദ്രൻ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ഏട്ടത്തി. കൃതിയും അച്ചുവും ദീപും അവളെ വിഷ് ചെയ്തു. നിനക്കൊരു സർപ്രൈസ് ഉണ്ട് മഹി. ചന്ദ്രൻ മഹിയോട് പറഞ്ഞു. പിറന്നാൾ എന്റെയും സമ്മാനം അച്ചയ്ക്കുമാണോ? ജാനി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഹാ, നിനക്കും ഉണ്ട് പെണ്ണേ. അവളെ കളിയാക്കിക്കൊണ്ട് സീത പറഞ്ഞു. ജയ വാ. ചന്ദ്രൻ പുറത്തേക്ക് നോക്കി വിളിച്ചപ്പോ എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ടായി. അകത്തേക്ക് വന്ന ജയപാലിനെ കണ്ടപ്പോ മഹിയുടെ കണ്ണുകൾ വിടർന്നു. ജയ. മഹി അവനെ കെട്ടിപ്പിടിച്ചു. വസു, നിനക്കറിയില്ലേ ജയപാൽ എന്റെ? മഹി വസുവിനോട് ചോദിച്ചു. ആ, ഇടയ്ക്കിടെ കേൾക്കുന്ന പേരല്ലേ. മഹി, ഇതെന്റെ ഭാര്യ സരിത, മക്കൾ വിദ്യ, ദിവ്യ. ജയ എല്ലാവരെയും പരിചയപ്പെടുത്തി. ഇത് വസുമതി, എന്റെ പത്നി. മൂത്തയാൾ ജാൻവി, രണ്ടാമത്തെ ആളെ എണീറ്റിട്ടില്ല. മഹി അവരെയും പരിചയപ്പെടുത്തി. ഇന്നലെ മനു ഫോട്ടോ കാണിച്ചു തന്നു. ഫോട്ടോയെ കാണുന്നതിനേക്കാൾ സുന്ദരിയാണ് കേട്ടോ മോള്. സരിത ജാനിയുടെ കവളി കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു. മക്കൾ എന്ത് ചെയ്യുന്നു? വസു വിധുവിനോടും ദിവ്യയോടും ചോദിച്ചു. ഞാൻ ഡോക്ടറാണ്, ഞങ്ങളൊക്കെ ഒരുമിച്ചാണ്. അച്ചുവിനെയും ദീപുവിനെയും കൃതിയെയും ചൂണ്ടി വിധു പറഞ്ഞു. ആഹാ, ഞാൻ BArക്കാണ്, സെക്കൻഡ് ഇയർ. ഇനി ഇവിടെയുള്ള കോളേജിൽ ചേരണം. ദിവ്യ പറഞ്ഞു. ആണോ? ജെനിയും BArക്കാണ്, ഫൈനലാണ് അവള്. വസു ദിവ്യയോട് പറഞ്ഞു. ജെനി എന്നും വിളിച്ചോണ്ട് പാച്ചു, എബി, അഞ്ചു ഓടി വന്നു. അവൾ എണീറ്റില്ലടാ. അവരെ കണ്ട മഹി പറഞ്ഞു. വീട്ടിലെ ആളുകളെ കണ്ട് അവർ ഒരു നിമിഷം അവിടെ നിന്നു. ജയ, ഇവർ ഇളയ മകളുടെ കൂട്ടുകാരാണ്, ഞങ്ങളുടെ മക്കളും. പാച്ചുവിനെയും കൂട്ടരെ മഹി അവർക്ക് പരിചയപ്പെടുത്തി. മക്കളേടാ, ഇതെന്റെ കൂട്ടുകാരൻ ജയ്പാൽ, ഇതിവന്റെ കുടുംബം. പാച്ചു, എബി, അഞ്ചു അവനെ നോക്കി ചിരിച്ചു. അവര് തിരിച്ചു. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ എവിടെ? അവര് വരുന്നുണ്ട്, ഞങ്ങൾ പെട്ടെന്ന് പോന്നു. ഇളിച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞു. ചെല്ല്, അവളെ എണീപ്പിക്ക്. മഹി അവരോട് പറഞ്ഞു. അവരവരെ നോക്കിക്കൊണ്ട് ജെനിയുടെ മുറിയിലേക്ക് പോയി. എടി എണീക്ക്. ജെനിയുടെ അടുത്ത് ചെന്നിരുന്ന് അവളെ വിളിച്ചു. കുറച്ചു നേരം കൂടി ചേച്ചി. ഒന്നുകൂടി ചുരുണ്ടുകൂടി ജെനി പറഞ്ഞു. ചേച്ചിയല്ല, അഞ്ചുവാ. ജെനി പെട്ടെന്ന് ചാടി എണീറ്റു. നിങ്ങളെന്താ ഇവിടെ? കണ്ണു തിരുമ്മിക്കൊണ്ട് ജെനി ചോദിച്ചു. ഇത് നോക്ക് നീ, എന്നിട്ടാവാം ബാക്കി. ഫോൺ അവളുടെ നേരെ നീട്ടി എബി പറഞ്ഞു. ജെനി അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി.
മുൻ MLA ദേവദത്തിന്റെ മകനും പ്രമുഖ വ്യവസായിയുമായ വിനയ് ദേവദത്തിനെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ന്യൂസ് വായിച്ച് ജെനി അവരെ നോക്കി. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ജെനി. മുഷ്ടി ചുരുട്ടി ദേഷ്യത്തോടെ പാച്ചു പറഞ്ഞു. അയ്യോ, ഇതെന്താടാ നെറ്റി? അവളുടെ നെറ്റിയിലെ ബാൻഡേജ് കണ്ട് അഞ്ചു ചോദിച്ചു. അപ്പോഴാണ് എബിയും പാച്ചു അത് ശ്രദ്ധിച്ചത്. ജെനിയുടെ ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. പാച്ചു, എബിയും അഞ്ചു അവളെ അത്ഭുതത്തോടെ നോക്കി. ജെനി, നീയാണോ? എബി അവളുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതേ ചിരിയോടെ തന്നെ ജെനി തലയാട്ടി. എബി ഞെട്ടി അവളുടെ കൈയിൽ നിന്ന് പിടിവിട്ടു. ജെനിടാ. വിശ്വാസം വരാതെ പാച്ചു അവളെ വിളിച്ചു. വിശ്വാസം വരുന്നില്ലേ? ഞാൻ തന്നെയാണ് അവനെ, ജെനി പറഞ്ഞ് അവളുടെ മുഖത്ത് നോക്കി. എങ്ങനെ? എപ്പോ? അഞ്ചു അവളുടെ അടുത്തിരുന്നുകൊണ്ട് ചോദിച്ചു. ഇന്നലെ രാത്രി, ജെനി പറഞ്ഞുകൊണ്ട് അവരെ നോക്കി. അവൻ മറ്റന്നാൾ ഇവിടെ നിന്ന് പോകുന്നറിഞ്ഞു. കൈ കെട്ടിട്ട് പിന്നെ അവനെ വെറുതെ വിടാനോ? 2 പ്രാവശ്യം കയ്യിൽ നിന്ന് വഴുതിപ്പോയതാണ് അവൻ. ഇനി അങ്ങനെ പാടില്ലെന്ന് തോന്നിയത് കൊണ്ട് ഇന്നലെ ഞാൻ അവനെ, ജെനി പുച്ഛത്തോടെ പറഞ്ഞു. എന്നിട്ട്? എബി അവളോട് ചോദിച്ചു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ വണ്ടിയെടുത്തിറങ്ങി. അവനപ്പോ അവന്റെ രാത്രി സഞ്ചാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു. തിരക്കൊഴിഞ്ഞ ഒരു ഭാഗത്ത് വണ്ടി ഒതുക്കി ഞാൻ അവനെ കാത്തു നിന്നു. 10 മിനിറ്റ്. അതിനുള്ളിൽ അവന്റെ വണ്ടി എന്റെ മുന്നിലൂടെ പോയി. വിടാതെ പിടിച്ചു ഞാൻ അവനെ. അവൻ നന്നായിട്ട് വെള്ളമടിച്ചിരുന്നു. ഒരു ലെവലില്ലാത്ത പോക്കായിരുന്നു അവന്റേത്. ഞാൻ തന്നെ അവനെ ആക്സിഡന്റ് ആക്കാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷെ അതിനു മുന്നേ തന്നെ അവന്റെ വണ്ടി അവിടെയുള്ള മരത്തിലിടിച്ചു. അവന്റെ വണ്ടിയുടെ കുറച്ച് പിറകിലായി വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി. ചെറിയ മുറിവേ അവനുണ്ടായിരുന്നുള്ളൂ. കള്ളും കുടിച്ച് പിച്ചും പേയും പറഞ്ഞു കിടക്കുന്ന അവനെ കണ്ടപ്പോ എനിക്കെന്റെ കിങ്ങിണിയെ. ചെനിയുടെ മുഖം വലിഞ്ഞു മുറുകി വലിച്ചു പുറത്തിട്ടു. മാസ്ക് ധരിച്ചതുകൊണ്ട് അവൻ എന്റെ മുഖം കണ്ടില്ല. അവന്റെ കെട്ടിറങ്ങാൻ ആദ്യം ഞാൻ അവന്റെ തലയിലൂടെ വെള്ളം ഒഴിച്ചു. കെട്ടിറങ്ങിയെന്ന് തോന്നിയപ്പോ അവനെ ഞാൻ തല്ലി. എന്റെ കലി തീരുവോളം. അവനെ തല്ലുമ്പോഴല്ല എന്റെ കിങ്ങിണിയാണ് മനസ്സിൽ കണ്ടത്. എന്റെ കുഞ്ഞിന്റെ മുഖം. അവൻ പിച്ചു ചീന്തിയ നമ്മുടെ കിങ്ങിണി. അവൻ തടയാൻ വേണ്ടി എന്നെ തള്ളിയിട്ടു. അപ്പൊ ഞാൻ വീണതിന്റെയാണ് ഈ നെറ്റിയിലെ ബാൻഡേജ് തൊട്ട് ജെനി പറഞ്ഞു. അവിടെ അടുത്ത് കിടന്ന മരക്കമ്പെടുത്ത് അവന്റെ തലക്കിട്ടൊന്ന് കൊടുത്തു. പാതി മയങ്ങി അവൻ വീണു. അവൻ വേദന അറിഞ്ഞ് തന്നെ മരിക്കണം എന്നുള്ളത് കൊണ്ട് അവന്റെ ബോധം പൂർണ്ണമായി പോവാൻ ഞാൻ അനുവദിച്ചില്ല. പാതി ബോധത്തോടെ റോഡിൽ കിടന്ന അവന്റെ മുഖത്തേക്കും അവന്റെ ജനനേന്ദ്രിയത്തിലേക്കും ഞാൻ ആസിഡ് ഒഴിച്ചു. അവൻ വേദന കൊണ്ട് അലറിക്കരഞ്ഞപ്പോൾ എനിക്ക് അവന്റെ കരച്ചിൽ ലഹരിയായിരുന്നു. പൊള്ളലിന്റെ വേദന കൊണ്ട് കരയുന്ന അവനെ ഞാൻ വീണ്ടും തല്ലി. അവസാനം കൈ കരുതിയ പെട്രോൾ എടുത്ത് അവന്റെ വണ്ടിയിലും അവന്റെ മേലും ഒഴിച്ച് ഒരു തീപ്പെട്ടി ഒരിച്ചിട്ട് ഞാൻ എന്റെ വണ്ടി കയറിയിരുന്നു. കണ്ണേറെ കണ്ടു ഞാൻ അവൻ കത്തി അമരുന്നത്. കൊടുത്തത് കുറഞ്ഞുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി അവനെ വേദനിപ്പിച്ച് കൊല്ലാമായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ. അവന്റെ കൈ കിടന്ന് പിടിഞ്ഞ് നമ്മുടെ കിങ്ങിണിയെ പോലെയുള്ള മക്കൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ? കിങ്ങിണിക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. അവനെ ഏത് കോടതി വെറുതെ വിട്ടാലും ജെനിയുടെ കോടതി അവന് മാപ്പുണ്ടായിരുന്നില്ല. തീർത്തു അവനെ ഞാൻ ഒറ്റയ്ക്ക്. പാച്ചു, എബി, അഞ്ചു അവളെ പകച്ചുകൊണ്ട് നോക്കി. എന്തുകൊണ്ട് നീ ഞങ്ങളെ വിളിച്ചില്ല? അഞ്ചു അവളോട് ദേഷ്യത്തോട് ചോദിച്ചു. നിങ്ങളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ തോന്നിയില്ല, തല താഴ്ത്തി ജെനി പറഞ്ഞു. ഇത്രയും കാലം എല്ലാത്തിനും ഒരുമിച്ചായിരുന്നില്ലേ, എന്നിട്ടിപ്പോ ഇതിന് മാത്രം എന്താ ഇങ്ങനെ? പാച്ചു അവളോട് ചൂടായി. കൊലയാളി എന്ന ലേബൽ എനിക്ക് മാത്രം മതിയെന്ന് തോന്നിയതുകൊണ്ട്. പാച്ചുവിനെ നോക്കി ജെനി പറഞ്ഞു. അവളെ ഒന്ന് കലിപ്പോടെ നോക്കി അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ജെനി പെട്ടെന്ന് അവരുടെ പുറകെ ഇറങ്ങി. എടാ നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. ജെനി അവരുടെ പുറകെ പോയി പറഞ്ഞു. വേണ്ട, ഒന്നും പറയണ്ട. എബി അവളുടെ കൈ വിടുവിച്ചു. പാച്ചു പ്ലീസ്. അവരുടെ പുറകെ ജെനി സ്റ്റെപ്പ് ഇറങ്ങി. അവളോട് ഒന്നും മിണ്ടാതെ അവരിറങ്ങി. നിൽക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ജെനി അവരുടെ പുറകെ നിന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ജെനിയുടെ ശബ്ദം കേട്ടപ്പോൾ താഴെ ഇരുന്നവരെല്ലാം സ്റ്റെപ്പിലേക്ക് നോക്കി. അവരാദ്യം കണ്ടത് പാച്ചുവിനെ, എബിയെ, അഞ്ജുവിനെയാണ്. അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ രംഗം പന്തിയല്ല എന്ന് മനസ്സിലായി. ആരെയും നോക്കാതെ അവർ 3 പേരും പുറത്തിറങ്ങി. അച്ചുവിന്റെ കണ്ണുകൾ അവരുടെ പുറകെ വന്ന ജെനിയിൽ തങ്ങി നിന്നു. ഇപ്പൊ എണീറ്റേ ഉള്ളൂ എന്ന് അവളുടെ കോലം കണ്ടപ്പോൾ അവന് മനസ്സിലായി. പാച്ചുവിന്റെയും എബിയുടെയും അഞ്ജുവിന്റെയും പുറകെ പോകുന്നതിനിടെ ഹാളിൽ ഇരിക്കുന്നവരെ അവൾ ശ്രദ്ധിച്ചില്ല. അച്ചു ജെനിയെ തന്നെ നോക്കുന്നുണ്ട്. വിദ്യക്ക് ദേഷ്യം വന്നു. പാച്ചു പ്ലീസ് നിക്ക്. ആരെയും നോക്കാതെ ജെനി അവരുടെ പുറകെ ചെന്ന് പറഞ്ഞു. വേണ്ട, ഒന്നും പറയണ്ട. പാച്ചു അവളോട് പറഞ്ഞു. എടാ ഞാൻ. ജെനിയുടെ മുഖം മാറി. അവരൊന്നും മിണ്ടാതെ വണ്ടിയെടുത്ത് പോയി. എബിച്ച, അഞ്ജു, പാച്ചു. ജെനി പുറകിൽ നിന്ന് ഉറക്കെ വിളിച്ചു. അവർ വണ്ടി നിർത്താതെ മുന്നോട്ട് പോയി. ദേഷ്യത്തോടെ ജെനി ചുമരെ അടിച്ചു തിരിഞ്ഞപ്പോഴാണ് ഹാളിൽ ഇരിക്കുന്നവരെ കണ്ടത്. അവരെ കണ്ടത് അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കൂടെ ഇരിക്കുന്ന വിദ്യയെ കണ്ടപ്പോൾ അവൾ സംശയത്തോടെ നോക്കി. എങ്ങോട്ടാ ജെനി അവര് പോയത്? നിങ്ങൾ പിണങ്ങിയോ? വാസു അവളോട് ചോദിച്ചു. ജെനി ഒന്നും മിണ്ടാതെ അമ്മയെ നോക്കി. നിങ്ങൾ എപ്പോ എത്തി? അമ്മയിൽ നിന്ന് നോട്ടം മാറ്റി അവൾ മനുവിനോട് ചോദിച്ചു. കുറച്ചു നേരായി, നീ നല്ല ഉറക്കായിരുന്നല്ലോ. അവളെ കളിയാക്കിക്കൊണ്ട് മനു പറഞ്ഞു. ഞാൻ ഫ്രഷായി വരാം.
മറുത്തൊന്നും പറയാതെ അവൾ മുറിയിലേക്ക് പോയി. അച്ചു അവൾ പോകുന്നത് നോക്കിയിരുന്നു. ഒരു നോട്ടം പോലും അവൾ അവന് നൽകിയില്ല. എന്തോ അച്ചുവിന് നിരാശ തോന്നി. ഈ പെണ്ണിന് എന്തു പറ്റി? അവള് പോയ വഴിയെ നോക്കി വസു പറഞ്ഞു. അതാണ് ജയ, രണ്ടാമത്തെ ആള് ജനനി. ജെനി എന്ന് വിളിക്കും. ആള് ഫ്രഷായി വരട്ടെ, വിശദമായി പരിചയപ്പെടാം. ജെനി പോയത് നോക്കിയിരുന്ന ജയനോട് ചന്ദ്രൻ പറഞ്ഞു. ആ ആയിക്കോട്ടെ. ജെനി മുറിയിൽ വന്ന് കുറച്ചുനേരം ബെഡിലിരുന്നു. പിന്നെ ഷെൽഫ് തുറന്ന് ഫ്ലോറൽ പ്രിന്റുള്ള ജംസ്യൂട്ട് എടുത്ത് ഫ്രഷ് ആവാൻ കയറി. ജെനി ഫ്രഷായി ഇറങ്ങിയപ്പോ അവളുടെ ബെഡിൽ അഞ്ചു എബിയും പാച്ചു ഇരിക്കുന്നുണ്ടായിരുന്നു. ജെനി അവരുടെ അടുത്ത് ചെന്നിരുന്നു. എടാ. പാച്ചുവിന്റെ തോളിൽ കൈവച്ച് അവനെ വിളിച്ചു. അവര് 3 പേര് എണീറ്റ് അവളെ കെട്ടിപ്പിടിച്ചു. നിന്നോട് പിണങ്ങാൻ പറ്റുമോ പെണേ? ഞങ്ങളിത് വാങ്ങാൻ പോയതല്ലേ? കയ്യിലുള്ള കവർ കാണിച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞു. ഇതെന്താ? അവന്റെ മരണം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? എന്നാ എടുത്തു വെക്കേ, രാത്രി പൊട്ടിക്കാം. ഇളിച്ചുകൊണ്ട് ജെനി പറഞ്ഞു. അവളുടെ ഒരു ഇളി. ഇനി ഞങ്ങളെ കൂട്ടാതെ ആരെങ്കിലും തല്ലാനോ കൊല്ലാനോ ബാക്കി അപ്പോ. എടാ, പിന്നെ താഴെ അബദ്ധത്തിൽ പോലും പറയല്ലേ, പിന്നെ പൂരപ്പാട്ടാവും. ആ വാ, നമുക്ക് പോവാം. പിറന്നാൾ കേക്ക് മുറിക്കണ്ടേ? അവരെ നോക്കി ചിരിച്ച് ജെനി മുടി ചീകി പോണീട്ടേ കെട്ടി. അല്ലടാ, ആ അമ്മച്ചി എന്താ ഇവിടെ? ജെനി അവരോട് ചോദിച്ചു. അത് ശരി, അപ്പൊ നിന്നോട് പറഞ്ഞില്ലേ അച്ഛന്റെ ഫ്രണ്ടിന്റെ മോളാണത്? പാച്ചു പറഞ്ഞു. അവള് മിക്കവാറും കൈക്ക് പണിയാകും. ജെനി അവരോട് പറഞ്ഞു. ജെനി താഴേക്ക് ചെല്ലുമ്പോ എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്യാൻ അവളെ കാത്തു നിന്നതാണെന്ന് ജെനിക്ക് മനസ്സിലായി. ജംസ്യൂട്ട് ഇട്ട് ഇറങ്ങി വരുന്ന ജെനിയെ അച്ഛൻ ഒരു നിമിഷം നോക്കി നിന്നു. മറ്റു ചമയങ്ങളൊന്നുമില്ലാതെ തന്നെ അവൾ ഒരുപാട് സുന്ദരിയാണെന്ന് അവന് തോന്നി. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. ജാനിയുടെ കവളെ ചുംബിച്ചുകൊണ്ട് ജെനി പറഞ്ഞു. ജാനി അവളെ കെട്ടിപ്പിടിച്ച് കവളെ ചുംബിച്ചു. യു ആർ ലുക്കിംഗ് ജോർജിയസ്. ജെനി ജാനിയെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ജെനി ഗിഫ്റ്റ് ചെയ്ത ചുരിദാർ പെൻഡന്റും ആയിരുന്നു ജാനി ഇട്ടിരുന്നത്. വാ, ഇനി കേക്ക് മുറിക്കാം. മാഹി അവളെ വിളിച്ചു. ജാനി കേക്ക് കട്ട് ചെയ്തു. ആദ്യത്തെ പീസ് പതിവ് പോലെ ജെനിക്ക് തന്നെ കൊടുത്തു. ജെനിയും തിരിച്ചവളുടെ വായിൽ വെച്ചു കൊടുത്തു. ഓരോരുത്തരായി അവൾക്ക് ഗിഫ്റ്റും കൊടുത്തു. മനു ജാനിക്കൊരു സിൽവർ റിങ്ങും ഒരു സാരിയുമാണ് കൊടുത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നത് നോക്കി ജെനി മാറി നിന്നു. ചേച്ചിയുടെ പിറന്നാളായിട്ട് അനിയത്തി ഗിഫ്റ്റ് ഒന്നും കൊടുക്കാതെ മാറി നിൽക്കുവാണോ? ജെനിയെ നോക്കി പരിഹാസത്തോടെ വിധു ചോദിച്ചു. അപ്പോഴാണ് എല്ലാവരും മാറി നിൽക്കുന്ന ജെനിയെ കണ്ടത്. ഒരു പുഞ്ചിരിയോടെ അവളെല്ലാം നോക്കി നിൽക്കുകയാണ്. അവളുടെ ഗിഫ്റ്റാണ് വിധു, ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സും എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ പെൻഡന്റും. വിധുവിനെ നോക്കി ജാനി പറഞ്ഞപ്പോ എല്ലാവരും ജെനിയെ നോക്കി. അവർക്കെല്ലാം ജെനി നൽകിയ ഡ്രസ്സും പെൻഡന്റും ഒരുപാട് ഇഷ്ടപ്പെട്ടു. വിധു ജെനിയെ പാളി നോക്കി. ജെനിയുടെ കണ്ണുകൾ വിധുവിൽ തന്നെയായിരുന്നു. നേരത്തെ കണ്ട പുഞ്ചിരി അവളുടെ മുഖത്തില്ല, പകരം ചെറിയൊരു പുച്ഛം കലർന്ന ചിരിയാണെന്ന് വിദ്യക്ക് തോന്നി. അവള് പിന്നെ ജെനിയെ നോക്കില്ല. വെറുതെ വാങ്ങിക്കൂട്ടണ്ടല്ലോ. ഇത് മാത്രമല്ല, ഇനിയുണ്ട് അവളുടെ ഗിഫ്റ്റ്. ഞാൻ എടുത്തിട്ട് വരാം. എല്ലാവരോടും പറഞ്ഞ് ജാനി മുകളിലേക്ക് പോയി. ഇനി നീ നിന്റെ ചേച്ചിക്ക് എന്താടി കൊടുത്തത്? മനു ജെനിയുടെ അടുത്ത് വന്ന് ചോദിച്ചു. ചേച്ചി ഇപ്പൊ കൊണ്ടുവരും, അപ്പൊ കണ്ടപ്പോലെ അളിയോ? ഒരു പ്രത്യേക താളത്തിൽ ജെനി മനുവിനോട് പറഞ്ഞു. ഓ ജാട. അച്ചോളെ കളിയാക്കി. ആ ജാടയാണ്. ജെനി തിരിച്ചു. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോ ജാനി 2 ഫോട്ടോ ഫ്രെയിം കൊണ്ടുവന്നു. കൊള്ളാലോ. അത് നോക്കി വിടർന്ന കണ്ണാലെ മനു പറഞ്ഞു. അവള് വരച്ചതാണ് ഏട്ടാ. ജാനി മനുവിനോട് പറഞ്ഞു. അച്ചുവും ദീപവും കൃതിയും വിദ്യയും എല്ലാം അത്ഭുതത്തോടെ ജെനിയെ നോക്കി. ഇത്ര ഭംഗിയായി അവള് വരയ്ക്കുമെന്ന് അവരെ കരുതിയിരുന്നില്ല. എനിക്കും ഇതുപോലെ ഒരെണ്ണം വരച്ചു തരുമോ മോളെ? ജെനി വരച്ച നിശ്ചയത്തിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് മനു ചോദിച്ചു. ആ തരാലോ. ജെനി അവനോട് പറഞ്ഞു. എനിക്കും വേണം. അച്ചു അവളോട് പറഞ്ഞു. ഇവരുടെ നിശ്ചയത്തിന്റെ ഫോട്ടോയോ? ജെനി അവനോട് ചോദിച്ചു. അല്ല, എന്റെ. പൈസ തരണം, ഫ്രീ ആയിട്ടൊന്നും വരയ്ക്കൂല. ജെനി അച്ചുവിനോട് പറഞ്ഞു. അതെന്താ? ഏട്ടനും ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കാമെങ്കിൽ എനിക്കും ഫ്രീ ആയിട്ട് വരച്ചു തന്നാൽ? സൗകര്യമില്ല. അതെന്താ നിനക്ക് സൗകര്യമില്ലാത്തത്? സൗകര്യമില്ലാത്തത് കൊണ്ട് നിനക്ക് സൗകര്യം ഉണ്ടാകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നാ താ നോക്ക്. അച്ചു അവിടെ കിടന്ന സ്മൈലി എടുത്ത് അവളെ എറിഞ്ഞു. ജെനി അത് ക്യാച്ച് ചെയ്ത് അച്ഛനെ തിരിച്ചെറിഞ്ഞു. അച്ചു ഒഴിഞ്ഞു മാറി. ദീപുവിനാണ് കൊണ്ടത്, അതും കൊള്ളേണ്ടിടത്ത് തന്നെ. കറക്റ്റ് സമയത്ത് പാച്ചുവിന്റെ ഫോൺ റിങ് ചെയ്തു. ഏത്? നമ്മുടെ ദേവാസുരത്തിൽ സൂര്യകിരീടം വീണുടഞ്ഞു. ജെനി പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചു. ചിരിച്ചു പോയ ഉറഞ്ഞു തുള്ളുന്നത് ദീപുവോ? പാച്ചു ദീപുവിനെ നോക്കി ഒരു വളിച്ച ചിരിയോടെ ഫോൺ കട്ട് ചെയ്തു. ദീപു അവനെ നോക്കി പല്ലെറിമി. വേദനിച്ചോടാ? അച്ചു ദീപുവിനോട് ചോദിച്ചു. പട്ടിയേ. അച്ചുവിനെ നോക്കി ദീപു പല്ലെറിമി തിരിഞ്ഞതും നേരെ വിധുവിന്റെ നെറ്റി അവന്റെ നെറ്റി ഇടിച്ചു. അടുത്ത നിമിഷം ജെനിയുടെ പുറകിൽ നിന്നും എന്ത് വിധി ഇത് എന്ന പാട്ട് അഞ്ചു ഉറക്കെ പാടി. അതോടെ ജെനി കടിച്ചു പിടിച്ച ചിരി പുറത്തു വന്നു. ദീപു അഞ്ജുവിനെ നോക്കി കലിപ്പിച്ചു. ചിരിച്ചുകൊണ്ട് ജെനി നോക്കിയത് അവളെ രൂക്ഷമായി നോക്കുന്ന ദീപുവിനാണ്. നീ തീർന്ന്. അഞ്ജു ഓടിക്കോ. അഞ്ജുവിനോട് പറഞ്ഞ് ജെനി ഓടി. നിക്കടി അവിടെ. പുറത്തേക്കോടി ജെനിയുടെ പുറകെ ദീപു ഓടി. അവരുടെ പുറകെ ബാക്കിയുള്ളവരും ചിരിച്ചുകൊണ്ട് ഓടി. ജെനി നിക്ക്.
ജെനിയുടെ പുറകെ ഓടുന്ന ദീപു അവളോട് പറഞ്ഞു. ഇല്ല, എന്നെ അടിക്കാനല്ലേ? ഇളിച്ചുകൊണ്ട് അവൾ പറഞ്ഞ് ഗാർഡന് ചുറ്റും ഓടി. അവളുടെ പിറകെ ദീപു. നിനക്കെന്നെ കളിയാക്കണം അല്ലേ? ഞാൻ ചിരിച്ചല്ലേ ഉള്ളൂ, പാട്ടുപാടിയത് അഞ്ചു അല്ലേ? ജെനി ഓടുന്നതിനിടയിൽ പറഞ്ഞു. അവക്കുള്ളത് ഞാൻ കൊടുത്തോളാം, ആദ്യം നിനക്കുള്ളത്. അവൻ അതും പറഞ്ഞ് ഗാർഡനിലെ ബെഞ്ചിലിരുന്നു. അവന്റെ അടുത്ത് തന്നെ ജെനിയും വന്നിരുന്നു. രണ്ടുപേരും പട്ടിയെ പോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. നിനക്ക് ചിരിക്കണം അല്ലേടി കാന്താരി? അവളുടെ ചെവി പിടിച്ചുകൊണ്ട് ദീപു ചോദിച്ചു. ആ പിടി വിട ഏട്ടായി, ഇനി ചിരിക്കൂല. ചുണ്ട് പിളർത്തി ജെനി പറഞ്ഞപ്പോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചെവിയിൽ നിന്ന് പിടിവിട്ടു. ദിബിൻ, ദീപു, ജനനി, ജെനി രണ്ടുപേരും കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. മുഖത്തോട് മുഖം നോക്കി എന്നിട്ടൊരു ചിരിയായിരുന്നു. അവനോട് വാതോരാതെ സംസാരിക്കുന്ന അവളോട് ദീപുവിന് പ്രത്യേക വാത്സല്യം തോന്നി. ഒരു പെങ്ങളെ കിട്ടിയ സന്തോഷത്തിൽ അവൻ അവൾക്ക് നല്ലൊരു കേൾവിക്കാരനായിരുന്നു. ജെനിക്കാണോ ദീപുവിനാണോ പെട്ടിയെടുക്കേണ്ടതെന്ന് നോക്കാൻ വന്ന അച്ചുവും കൃതിയും വിദ്യ അവരുടെ കൂടെ പാച്ചു, എബിയ, അഞ്ചുവും മനുവും ജാനിയും. ഗാർഡനിലെ ബെഞ്ചിലിരുന്ന് വാതോരാതെ ദീപുവിനോട് സംസാരിക്കുന്ന ജെനിയെ കണ്ടപ്പോ അവര് വായം തുറന്നു നിന്നു. ഇങ്ങനെയല്ലല്ലോ പ്രതീക്ഷിച്ചത്. അച്ചുവിന്റെ വായ അടഞ്ഞ് അതൊരു പുഞ്ചിരിയിലേക്ക് വഴിമാറി.